2 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. 2026 ഫെബ്രുവരിയിൽ ഇതിനായുള്ള മാർഗരേഖയിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചു. വ്യാപാരം, ഊർജ്ജ സുരക്ഷ, നിക്ഷേപം, പ്രവാസി ക്ഷേമം എന്നിവയാണ് ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നിവരാണ് GCC അംഗങ്ങൾ. ഇന്ത്യ GCC ചർച്ചകളിലെ പ്രധാന വശങ്ങൾ ഇവയൊക്കെയാണ്. വ്യാപാര കരാർ. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന സ്വതന്ത്ര വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നത് വഴി ചരക്ക് സേവന നികുതി കുറയ്ക്കാനും വാണിജ്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഊർജ്ജ സുരക്ഷ. ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 35%, ഗ്യാസ് ഇറക്കുമതിയുടെ 70% GCC രാജ്യങ്ങളിൽ നിന്നാണ്. നിക്ഷേപം. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഹരിത ഊർജ്ജം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ GCC നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ചർച്ചകളിൽ ഊന്നൽ നൽകുന്നു. പ്രവാസി സമൂഹം. 10 ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഒപ്പം ഗൾഫിൽ നിന്നുള്ള വിദേശ നാണ്യ നിക്ഷേപവും പ്രധാന ചർച്ചാ വിഷയമാണ്. സുരക്ഷാ സഹകരണം. പ്രതിരോധം, സുരക്ഷാ മേഖലകളിലെ വർദ്ധിച്ചുവരുന്ന സഹകരണം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇരുപക്ഷവും സഹകരിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ GCC വ്യാപാരം $179 ബില്യൺ ഡോളറിലെത്തിയിരുന്നു. UAEയുമായി നേരത്തെ തന്നെ കരാറിലെത്തിയ ഇന്ത്യ ഇപ്പോൾ മറ്റ് GCC രാജ്യങ്ങളുമായും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. നയതന്ത്ര കൂടിക്കാഴ്ച. ജനുവരി 30 സൗദി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ റാസി ഡൽഹിയിലെത്തി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി CB ജോർജുമായി തന്ത്രപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു. കൂടാതെ ഏകദേശം $100 ബില്യൺ സൗദി നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള പദ്ധതികൾ വേഗത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. കരാർ സാധ്യമായാൽ GCC രാജ്യങ്ങളുമായുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇതോടൊപ്പം ഊർജ്ജരംഗത്തും ഇന്ത്യക്ക് നേട്ടമുണ്ടാകും. ഏതാണ്ട് 1 കോടിയിലേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് GCC എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. പകരം തുണിത്തരങ്ങൾ, ഇലക്ട്രിക് മിഷനറി, സ്റ്റീൽ, ഇരുമ്പ് ആഭരണങ്ങൾ, കെമിക്കലുകൾ എന്നിവ ഇന്ത്യ കയറ്റുമതി ചെയ്യും. 2023-24 $161.81 ബില്യൺ തൊട്ടടുത്ത വർഷം $178.7 ബില്യൺ വ്യാപാരമാണ് ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിയത്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് UAE തന്നെയാണ്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ തൊട്ടു പിന്നിലുണ്ട്. ഇതിനു പുറമെ രാജ്യത്ത് സൗദി അറേബ്യൻ കമ്പനികളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ചർച്ച നടത്താനും ധാരണയായെന്ന് റിപ്പോർട്ടുണ്ട്. സൗദിയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി GCC വ്യാപാര കരാറുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നാണ് ധാരണ. ഇത് സാധ്യമായ രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം എത്തുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതുവരെയുള്ള ചർച്ചയിൽ ചില വിഷയങ്ങളിൽ ധാരണയിലെത്താൻ ഇരുഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല. അഭിമത രാജ്യപദവി വേണമെന്നാണ് സൗദിയുടെ ആവശ്യം. കൂടാതെ നിക്ഷേപ വിഷയത്തിലെ തർക്ക പരിഹാരത്തിന് കൂടുതൽ സംവിധാനങ്ങളും സൗദി ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നിക്ഷേപം ആവശ്യമാണെങ്കിലും കൂടുതൽ ഇളവുകൾ നൽകേണ്ടതാണ് ഇന്ത്യയുടെ പക്ഷമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ വിഷയത്തിൽ പ്രത്യേകമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ ഉൽപാദന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് കയറ്റുമതി കൈവരിച്ചുകൊണ്ട് ഇന്ത്യ ആഗോള വ്യാപാരത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു. യൂറോപ്യൻ യൂണിയൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, IT മേഖലകളിലെ കുതിപ്പ് എന്നിവ ഇന്ത്യയുടെ വ്യാപാര വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ, യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വഴി തൊഴിലധിഷ്ഠിത മേഖലകളായ ടെക്സ്റ്റൈൽ, തുകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ മുൻഗണന ലഭിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ശക്തമായ ഉഭയകക്ഷി വ്യാപാര ഉടമ്പടികൾ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നു. ഉൽപാദന മേഖലയിലെ കുതിപ്പ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈലുകൾ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.